ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ദിനത്തിലേക്ക് നമുക്ക് വരുവാൻ കർത്താവ് സഹായിച്ചു. ഇന്നും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയെക്കുറിച്ച്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് God's church should be according to the revelation of God which is revealed in the New Testament. പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ദൈവസഭ ആയിരിക്കണം, മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നത്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നും നമ്മൾ ചിന്തിച്ചു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചത്. ബി ഓഫ് ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് വിൽ, തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം, പ്രസാദത്തിനായിട്ട് നമ്മളായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെയാണ് നമ്മളിന്ന് നമ്മളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനിങ്ങനെ 1-2 എന്നൊക്കെ പറയുന്നെങ്കിലും അതിനകത്ത് ഒരുപാട് 1-2 പിന്നെയും വരുന്നുണ്ട്. നിങ്ങളത് നോട്ട് ചെയ്തു കൊള്ളുക. 2ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഫോർമേഷൻ ആൻഡ് ലീഡിങ് ഓഫ് ചർച്ച്, അതായത് ദൈവസഭയുടെ രൂപീകരണവും നടത്തിപ്പും. ദൈവസഭയുടെ രൂപീകരണവും നടത്തിപ്പും. ദ ഫോർമേഷൻ ഓഫ് ചർച്ച് ആൻഡ് ദ ലീഡിങ്. എന്നിട്ട് പിന്നെ തുടർന്നെഴുതണം ഷുഡ് ബി ഫ്രം എബവ്. ഷുഡ് ബി ഫ്രം എബവ്, അതായത് ദൈവസഭയുടെ രൂപീകരണവും അതിൻ്റെ നടത്തിപ്പും ഉയരത്തിൽ നിന്ന് ആയിരിക്കണം, സ്വർഗീയമായിരിക്കണം, മാനുഷികമായിരിക്കരുത്, മാംസരക്തങ്ങളുടെ ആലോചനയാൽ ആയിരിക്കരുത്. ഈ ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിന്ന് ചിന്തിക്കും, ദൈവം അനുവദിച്ചാൽ. അതിൽ ഒന്നാമത്തേത് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ വിവേചനശീലമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ വിവേചിക്കുന്നവരായിരിക്കണം. ഇംഗ്ലീഷിൽ ഡിസേൺ. വി ഷുഡ് ഡിസേൺ. ഡിസേണിങ് പവർ നമുക്കുണ്ടായിരിക്കണം. ദൈവവചനത്തിൽ കൃപാവരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മാക്കളുടെ വിവേചനം എന്ന ഒരു കൃപാവരം ഉണ്ടായിരുന്നു. ഡിസേണിങ് ദ സ്പിരിറ്റ്, ആത്മാക്കളുടെ വിവേചനം. ഇന്ന് ഈ വിവേചനമുണ്ട്, പക്ഷെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ കൃപാവരമില്ല. അത് അടയാളവരത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു. അനന്യാസും സഫീറയും കയറി വരുമ്പോൾ ആത്മാക്കളെ വിവേചിക്കാനുള്ള കൃപാവരം അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെങ്ങാണോ ഒരു കൃപാവരം നമ്മുടെ സഭയിലെ എൽഡേഴ്സിന് ഉണ്ടായിരുന്നെങ്കിൽ, അപ്പം എന്തിനത് 1-ാം നൂറ്റാണ്ടിൽ ദൈവം കൊടുത്തു? ഈ ദിവസം കുടുംബ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് 5-6 അധ്യായങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോൾ എന്തിന് 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയുള്ള കൃപാവരങ്ങൾ കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം ദൈവവചനത്തിലുണ്ട്. അടയാള വരങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായ ഉദ്ദേശമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക വരം കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, സകല സഭകൾക്കും ഭയമായി, അല്ലെങ്കിൽ യെരുശലേമിലെ സഭയ്ക്ക് ഭയമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭയത്തിനായിട്ട്
ഒന്നാം നൂറ്റാണ്ടിൽ അനേക കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പഴയ നിയമത്തിലും ഒന്നാം നൂറ്റാണ്ടിലും സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് ഭയപ്പെടുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്. അപ്പോൾ തിരുവെഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമത്തിലും അല്ലെങ്കിൽ ഇന്നിൻ്റെ പഴയ പുതിയ നിയമത്തിൻ്റെ പേജുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഭയത്തിന് വേണ്ടിയാണ്. നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്. 3, നമ്മുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്. ഇതിനെല്ലാം വാക്യമുണ്ട്, പക്ഷെ ഞാൻ ആ ഭാഗങ്ങളൊക്കെ എടുത്തു വായിപ്പിക്കാനായിട്ട് സമയമില്ല. നമ്മുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്. കൊരിന്ത ലേഖനത്തിലും റോമാ ലേഖനത്തിലും അപ്പോസ്തല പ്രവൃത്തികളും ചേർന്ന് പഠിക്കുമ്പോൾ ഈ ആലോചനകൾ നമുക്ക് ലഭിക്കും. പിന്നെ നമ്മുടെ സ്ഥിരതയ്ക്ക് വേണ്ടി, അതായത് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, നമ്മൾ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ചിലരെ കർത്താവ് മാറ്റിക്കൊണ്ട്, ചില സഭകളോട് ദൈവം കഠിനമായിട്ട് ഏർപ്പെട്ടുകൊണ്ട് നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾക്ക് സ്ഥിരത തരുന്ന ഒരു ദൈവമാണ്. സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാൻ, എബൈഡ് ചെയ്യുവാൻ, കണ്ടിന്യൂ ചെയ്യുവാൻ, വസിക്കുക അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പോകുന്നതിന് വേണ്ടി ദൈവം നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. നമ്മളെ മീൻസ് തൻ്റെ സഭയെ. പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് ഇത് നമ്മുടെ പ്രത്യാശയ്ക്കായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നമ്മുടെ പ്രത്യാശ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രത്യാശ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഭയത്തോടെ, പ്രത്യാശയോടെ, സ്ഥിരതയോടെ ദൈവസഭയിൽ നമ്മളായിരിക്കാനും ശുശ്രൂഷ ചെയ്യുവാനും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിവേചിക്കുന്നവരായിരിക്കണം, ഡിസേൺ ചെയ്യുന്നവരായിരിക്കണം. ഇന്ന് നമ്മൾ എന്താണ് ഡിസേൺ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഡിസേൺ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങളാണ്. നമ്മൾ കർത്തൃമേശയ്ക്കായിട്ട്, നമ്മൾ ആരാധനയ്ക്കായിട്ട്, നമ്മൾ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് കൂടി വരുമ്പോൾ നാം നമ്മെ തന്നെയും ശോധന ചെയ്യണം, നമ്മൾ കർത്താവിൻ്റെ ശരീരത്തെയും ശോധന ചെയ്യണം. അതായത് സഭയെയും കർത്താവിൻ്റെ ശരീരത്തെയും. ഈ 2 വിവേചനം നമുക്ക് ആവശ്യമാണ്. പക്ഷേ എന്നാൽ ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഡിസേൺ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പല ട്രാൻസ്ലേഷനുകൾ അതിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്രൂവ് തിങ്സ്, നിങ്ങളുടെ ട്രാൻസ്ലേഷനിലൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്രൂവ് തിങ്സ് ദാറ്റ് ആർ എക്സലന്റ്. അതായത് ഏറ്റവും ശ്രേഷ്ഠമായ, ഉന്നതമായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണഹിതം. മനസ്സിലായല്ലോ? എക്സലന്റ് തിങ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണ്ണഹിതം, ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ദൈവഹിതം പഠിക്കുമ്പോൾ അതിനെ 2ആയിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം. 2, പെർമിസീവ് വിൽ ഓഫ് ഗാഡ്. അതിന് പറയുന്നത് അനുവദനീയ ദൈവഹിതം എന്നാണ്. അപ്പോൾ ദൈവസഭ, ദൈവജനം, ദൈവിക കുടുംബങ്ങൾ, ഇവരെല്ലാം അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ശുശ്രൂഷ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയിലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായിട്ടുള്ള ശുശ്രൂഷയുമുണ്ട്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ഈ 2 രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന്, സമ്പൂർണ്ണ ദൈവഹിതത്തിലൂടെയും 2, അനുവദനീയ ദൈവഹിതത്തിലൂടെ. എന്താണ് സമ്പൂർണ്ണഹിതം? എന്താണ് അനുവദനീയ ദൈവഹിതം? അപ്പോൾ ഇവിടെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭേദാഭേദങ്ങളെ, അപ്പോൾ ദൈവവചനത്തിൻ്റെ, കർത്താവിൻ്റെ മനസ്സിൻ്റെ, അല്ലെങ്കിൽ ദൈവഹിതമെന്ന് പറഞ്ഞാൽ
ഒത്തിരി വാക്കുകൾ അതിനോടുള്ള ബന്ധത്തിൽ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ദൈവഹിതമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ആശയമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളാണ്, ദൈവത്തിൻ്റെ ഡിസ്പെൻസേഷനാണ്, യുഗങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ദൈവഹിതത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഈ പെർമിസീവ് വിൽ ഓഫ് ഗോഡും പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡും മനസ്സിലാക്കാൻ വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. അതിലേറ്റവും നല്ലൊരു ഉദാഹരണം ബിലയാമിൻ്റെ കാര്യമാണ്. ബിലയാമിൻ്റെ ചരിത്രമാണ്. ബിലയാം ആദ്യം ദൈവസന്നിധിയിൽ ചെന്ന് ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. കൊള്ളം പറഞ്ഞപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. പെർഫെക്റ്റ് വില്ലാണ് ആദ്യം ദൈവം അറിയിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ബിലയാം ചെയ്യും. അവർ പിന്നെയും വന്നു, താൻ പിന്നെയും ദൈവസന്നിധിയിലേക്ക് ചെന്നു. അപ്പോൾ പെർഫെക്റ്റ് വിൽ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ, അതെനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമതും നമ്മൾ ദൈവസന്നിധിയിൽ പോകേണ്ട ആവശ്യം ഇല്ല. നമ്മൾ പലപ്പോഴും പെർഫെക്റ്റ് വില്ലിൽ നിന്നും പെർമിസീവ് വില്ലിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അവിടെ എന്തോ ഒരു മാംസരക്തങ്ങളുടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ പെർഫെക്റ്റ് വില്ലിൽ പോകുമ്പോൾ കംപ്ലീറ്റ് ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായിരിക്കും. നമ്മുടെ പിതാക്കന്മാരൊക്കെ പെർഫെക്റ്റ് വില്ലിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരാ, അങ്ങനെ യാത്ര ചെയ്തവരുമാണ്. എന്നാൽ ഇന്ന് പെർഫെക്റ്റ് വില്ലിലൂടെ പോകാൻ വ്യക്തമായിട്ട് തെരഞ്ഞെടുപ്പും തീരുമാനവും ആഗ്രഹവും ഉള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ കാരണങ്ങളാൽ. ചില തടസ്സങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ബിലയാം രണ്ടാമതും ചെല്ലുകയാണ്, ദേ അവർ വന്നു, ഞാൻ പോകട്ടെ. എന്തിന് ദൈവസന്നിധിയിലേക്ക് താൻ ചെന്നു എന്നുള്ളത് തൻ്റെ ജഡത്തിൻ്റെ ഒരു അഭിലാഷം കൊണ്ടാ, ആഗ്രഹം കൊണ്ടാ, മാംസരക്തങ്ങളുടെ ആവശ്യമായിരുന്നു. ദൈവം പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞില്ല, എന്തോ പറഞ്ഞു? പൊക്കോളാൻ പറഞ്ഞു. പോകണ്ട എന്ന് പറയുന്നു, പൊക്കോളാൻ പറയുന്നു. അപ്പം എന്താണ് ദൈവം? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടി, അതുകൊണ്ട് ഞാനിത് ചെയ്തു. സഭയോടുള്ള ബന്ധത്തിൽ, സഭയുടെ ഫോർമേഷനോടുള്ള ബന്ധത്തിൽ, സഭയുടെ ഇന്ന് ഫോർമേഷൻ മാത്രമല്ല വൈൻഡപ്പും ഉണ്ട് കേട്ടോ. ഫോർമേഷനും ഉണ്ട്, വൈൻഡപ്പും ഉണ്ട്. അതുപോലെ തന്നെ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലേക്ക് പല വാക്കുകളുണ്ട്, നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ശുശ്രൂഷയിലേക്ക് വരുന്നുമുണ്ട്, ശുശ്രൂഷയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതുമുണ്ട്. റിട്ടയർ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിൻവലിയുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ശുശ്രൂഷയിലേക്ക് വരുന്നുമുണ്ട്, പിൻവലിയുന്നുമുണ്ട്. അപ്പോൾ ഇത് ഏത് ഹിതത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ആയിരിക്കുന്നത് പെർഫെക്റ്റ് വില്ലിലാണോ പെർമിസീവ് വില്ലിലാണോ? അപ്പോൾ ദൈവം തീർച്ചയായിട്ടും ഈ രണ്ട് ഹിതത്തിലൂടെയും നമ്മളെ നയിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാൻ അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എനിക്കത് മുമ്പോട്ട് പോയാൽ ഈ വിഷയം നമുക്ക് തീർക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവവചനത്തിൽ അനുവദനീയമായ ദൈവഹിതം എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം മാനുഷികമായ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു, മാനുഷികമായ ആഗ്രഹങ്ങളും കൈകടത്തലുകൾക്കും ഞാനും നിങ്ങളും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ അനുവദനീയമായ ദൈവഹിതത്തിലൂടെ ഇന്ന് ദൈവസഭ മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ദൈവസഭയെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ എന്തോ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് പെർമിസീവ് വില്ലിലൂടെ ആരെങ്കിലും യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് വില്ലിലേക്ക് വരത്തക്ക നിലയിൽ നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ നമുക്കിടയായി തീരണം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പെർമിസീവ് വില്ലിൽ നിന്ന് പെർഫെക്റ്റ് വില്ലിലേക്ക് വരാം, ദൈവം കൊണ്ടുവരും. 3 കാരണങ്ങൾ അല്ലെങ്കിൽ 3 മീഡിയാസിലൂടെയാണ് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ മീഡിയ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവസഭയെ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആ പ്ലാനിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം സമയാസമയങ്ങളിൽ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നാഥാൻ പ്രവാചകനെ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചിരിക്കും. ആ മനുഷ്യൻ നീ തന്നെ എന്ന് നമ്മളുടെ ചങ്കിന് നേരെ
വിരൽ ചൂണ്ടി ദൈവവചനം നമ്മളോട് സംസാരിച്ചിരിക്കും. ഞാൻ വായിക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ ദൈവവചനം കേൾക്കും. എപ്പോഴായിരുന്നാലും ദൈവവചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ദൈവവചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവവചനത്തോട് ശരിയായ നിലയിൽ പ്രതികരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, നമുക്ക് അതൊന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, നമുക്ക് പെർമിസീവ് വില്ലിൽ നിന്നും പെർഫെക്റ്റ് വില്ലിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. അവർ പ്രേ, പ്രത്യേകിച്ച് ദൈവസഭയുടെ ഒരു വൈറ്റൽ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ബാക്ക് ബോൺ പോയിന്റ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദൈവസഭയുടെ പ്രാർത്ഥന. അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. എന്താണ് ഈ ഫെർവന്റ് പ്രെയർ? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ സമർപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയല്ല. പലപ്പോഴും പറയും, കർത്താവേ ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്, ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് പല വാക്യങ്ങളും നമ്മൾ കോട്ട് ചെയ്തുകൊണ്ട് വരികയും ചെയ്യും. അല്ല, വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിലൂടെ നമ്മുടെ സഭ മുന്നോട്ട് പോകണം. എപ്പഫ്രാസിനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിച്ചു. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും, ആ വാക്കോർത്തിരുന്നോണം, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും ദൈവസഭയിലെ വിശ്വാസ സമൂഹം, ദൈവമക്കൾ എല്ലാവരും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. അത് എന്നാൽ മാത്രമേ നമുക്ക് തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നമ്മളുടെ ഇന്നത്തെ പോയിന്റ് ഇതാണ്, ഡിസേൺ, വിവേചിക്കുക, ഭേദാഭേദങ്ങളെ വിവേചിക്കുക. മൂന്നാമത്തെ കാരണം കൂടെ ഞാനങ്ങ് പറയാം, പേഴ്സിക്യൂഷനാണ്. പേഴ്സിക്യൂഷൻ അല്ലെങ്കിൽ സഫറിങ്. ദൈവം നമ്മളെ ബാധിക്കും. ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചു. ദൈവം നമ്മളെ ബാധിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളുമായിട്ട് ഇടപെടുന്ന ഒരു രംഗമുണ്ട്. അത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പ്രാധാന്യമായിട്ട് നമ്മൾ എടുത്തേ പറ്റുകയുള്ളൂ. ദൈവം ഏത് രീതിയിലും പ്രവർത്തിച്ചിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്ന ഒത്തിരി വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. നമ്മൾ വിചാരിക്കും ഈ പെർസിക്യൂഷൻ മറ്റുള്ളവരിൽ നിന്ന് വന്നതാണെന്നല്ല. ഇത് മറ്റ് ജാതികളിൽ നിന്നോ അല്ലെങ്കിൽ സുവിശേഷ വിരോധികളിൽ നിന്നോ വന്ന ഒരു അറ്റാക്ക് അല്ല. അത് ഉയരത്തിൽ നിന്നുള്ള അറ്റാക്ക് ആയിരുന്നു. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ വാക്ക് പേഴ്സിക്യൂഷൻ അല്ലെങ്കിൽ അഫ്ലിക്ഷൻ, ഈ അഫ്ലിക്ഷൻ അല്ലെങ്കിൽ പേഴ്സിക്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ പെർഫെക്റ്റ് വില്ലിലേക്ക്, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരാനുള്ളതാണെന്നുള്ള ഡിസേണിങ് സ്പിരിറ്റ് നമുക്കുണ്ടായിരിക്കണം. ഒരു വിവേചനം നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തേ പറ്റുകയുള്ളൂ, നമ്മൾ ചെയ്യണം. ഇതിന് എതിരായിട്ട് നിൽക്കുവാൻ, അതായത് ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളും ഇതിനു വേണ്ടി അല്ല എന്നുള്ളത് നമ്മളിൽ മനസ്സിലാക്കി തരാനായിട്ട് പിശാചിന്ന് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനത്തിൽ മറ്റു ഉത്തരവാദിത്തങ്ങളോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് വില്ലിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ബറിയോന ശിമോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി തരുമ്പോൾ അത് വെളിപ്പെടുത്താൻ തക്ക സമയത്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, അത് കഴിഞ്ഞിട്ട് ആ വായിക്കണ്ട, ഇതാരോടും നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. എന്തിനാ അത് പറഞ്ഞിരിക്കുന്നത്? ആരോടും ഇത് പറയരുത്. സാധാരണ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയാനായിട്ട്, പക്ഷെ കർത്താവ് പറഞ്ഞു ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവം തൻ്റെ ഹിതം തൻ്റെ ദാസന്മാരിലൂടെ ദൈവം ആരെ തിരഞ്ഞെടുക്കുന്നോ, ദൈവം ഇത് ആർക്ക് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നോ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അവരിലൂടെ തൻ്റെ ഹിതം നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുക. നമ്മുടെ മനസ്സിൽ എന്നും, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ യൂത്ത്സിന് ക്ലാസ് എടുക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ യൂത്ത്സിൽ തുടങ്ങി
മരണം വരെയും, അല്ലെങ്കിൽ ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ പോലും ദൈവഹിതം എന്താണെന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്താണ് ദൈവഹിതം? എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം? നമ്മളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, പിശാചിനെന്ന് പ്രവർത്തിക്കാൻ ഏറ്റവും പറ്റിയ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഹിതം എനിക്ക് വെളിപ്പെടാൻ പാടില്ല. ദൈവത്തിൻ്റെ ഹിതം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരിക, അങ്ങനെ വരുത്തുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യരോട് പൗലോസ് പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞാൽ അവർ ദൈവഹിതത്തിന് വെളിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ദൈവഹിതത്തിന് വെളിയിലൂടെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിനോട് പറയുകയാണ്, നിങ്ങൾ ഭേദാഭേദങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? വിവേചിക്കണം. ഭേദാഭേദങ്ങളെ വിവേചിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് രണ്ടാമത്തെ നമ്മുടെ ഉത്തരവാദിത്വം കൂടെ പറയുകയാണ്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ നമ്മുടെ ഉത്തരവാദിത്വം കൂടെ എഫേസ്യ ലേഖനം 5:18, എഫേഷ്യൻസ് ചാപ്റ്റർ 5:18, അവിടുത്തെ ആ ഒരു വാക്ക് മാത്രം, ഒരു ചെറിയൊരു വചനം മാത്രം മതി. എഫേസ്യ ലേഖനം 5:18 ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ മതി, ആ ഒറ്റ വാക്ക് മതി. ആത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ബി ഫിൽഡ് വിത്ത് ദ ഹോളി ഗോസ്റ്റ്. ആത്മാവ് നിറഞ്ഞവരാകണം. ബി ഫിൽഡ് വിത്ത് ദ ഹോളി ഗോസ്റ്റ്. അപ്പോൾ ദൈവാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ബി കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ജഡത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ പ്രമാണവും ജഡത്തിൻ്റെ പ്രമാണവും ഇത് തമ്മിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ അപ്രൂവ് തിങ്സ് ദാറ്റ് ആർ എക്സലന്റ്, അതായത് ദൈവവചനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, അത് മാത്രം നമുക്കിപ്പോൾ ചിന്തിക്കാം, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എനിക്ക് ഡിസേൺ ചെയ്യണമെങ്കിൽ, എനിക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് ആവശ്യമാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം എനിക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇനി ദൈവസഭയോടുള്ള അതെന്ന് പറയാൻ ഞാൻ ഇച്ചിരി ഒന്ന് സ്പീഡിൽ പോവുകയാണ്. നിങ്ങൾക്ക് എഴുതാനൊക്കെ വേണ്ടിയാണ് ഞാൻ ഇച്ചിരിയുടെ സ്പീഡ് കുറച്ച് പറയുന്നത്. അപ്പോൾ ദൈവസഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവസഭ എന്തല്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കണം. വാട്ട് ചർച്ച് ഈസ് നോട്ട്. ദൈവസഭ എന്ന് പറയുന്നത് എന്തല്ല? ഒന്ന്, ദൈവസഭ എന്ന് പറയുന്നത് യഹൂദൻ്റെ ഒരു കൂട്ടമോ യഹൂദൻ്റെ ഒരു പിന്തുടർച്ചയോ അല്ല. ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. യഹൂദൻ്റെ ഒരു കൂട്ടമോ യഹൂദൻ്റെ കൂട്ടത്തിൻ്റെ ഒരു പിന്തുടർച്ചയോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ട്, ദൈവസഭ എന്ന് പറയുന്നത് ജാതികളുടെ മാത്രം ഒരു കൂട്ടമല്ല. ദൈവസഭ എന്ന് പറയുന്നത് ജാതികളുടെ ഒരു കൂട്ടം മാത്രവുമല്ല. ഇത് മനസ്സിലാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ജാതികളുടെ കൂട്ടത്തെക്കുറിച്ചും ആ ഒരു ഉദ്ദേശത്തെക്കുറിച്ചും മാത്രമേ ജാതികളായിരിക്കുന്ന നമ്മൾ മാത്രമുള്ള സഭയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷെ യഹൂദനോടുള്ള ബന്ധത്തിലും ദൈവത്തിന് ഭാവിയിൽ ഒരു വലിയ പ്ലാൻ ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ, അതായത് മഹാപീഡന കാലത്തിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തല്ല താൻ ലേഖനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ യഹൂദനും യവനും, അപ്പോൾ അവൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്നിൻ്റെ നാളുകളിൽ ന്യായപ്രമാണത്തിൻ്റെ ഒടുവ് മുതൽ മഹാപീഡനകാലത്തിൻ്റെ ആരംഭം വരെ, അതായത് ദൈവസഭയുടെ രൂപീകരണം മുതൽ, ഫോർമേഷൻ മുതൽ, പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ ആരംഭിച്ചത് മുതൽ ദൈവസഭയുടെ ഈ ഭൂമിയിൽ നിന്നുള്ള ഉൽപ്രാപണം വരെയുള്ള കാര്യങ്ങൾ
ദൈവവചനത്തിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഡിസേൺ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഉപമകളെക്കുറിച്ച്, സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണത്തിലെ മർമ്മങ്ങളെക്കുറിച്ച്, കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അതിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം നമുക്കൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എന്താ? ജാതികളായിരിക്കുന്ന നമ്മുടെ ഒരു കൂട്ടമാണ് ദൈവസഭ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ എങ്ങോട്ട് കൊണ്ട് ഫിറ്റ് ചെയ്യാൻ നോക്കും. ഇന്ന് ഈ ജാതികളുടെ മാത്രം കൂട്ടമായിരിക്കുന്ന ദൈവസഭയോട് നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോഴാണ് പലപ്പോഴും നമുക്ക്, കഴിഞ്ഞ ദിവസം ആരാണ്ട് എന്നോട് ഒരു സംശയം ചോദിച്ചിരുന്നു അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയും ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും ഒക്കെ നമ്മൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ അത് ഡിസേൺ ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് ഇടയായി തീരണം. അപ്പോൾ ദൈവസഭ എന്തല്ല എന്നുള്ളത്, അതിൽ ഒരു പോയിന്റ് കൂടി ഒന്ന് ചിന്തിക്കുക. ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ. സഭയെന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. സഭയെന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ല. ഇറ്റ് ഈസ് എ ഓർഗനൈസ്ഡ് ഓർഗാനിസം. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ഓർഗാനിസം. ഇതൊരു ജീവൽ ഘടനയാണ്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു ജീവൽ ഘടനയാണ്, ഓർഗനൈസേഷൻ അല്ല. ഇന്ന് പ്രത്യേകിച്ച് നാട്ടിലുള്ള സഭയെ ഒന്നും ഞാൻ പുകഴ്ത്തി പറയുകയല്ല. നമ്മൾ ഇന്ന് ഈ പ്രദേശത്ത് നമ്മൾ ജോലിയോടുള്ള ബന്ധത്തിൽ പ്രത്യേക നിയോഗമനുസരിച്ച് നമ്മളുടെ ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ വിദേശത്തായിരിക്കുന്നവരാണ്. ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? പോകാം. ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. ബാബേലിൽ അവർ പ്രവാസത്തിലായിരുന്നപ്പോൾ അവർക്ക് ഈ ഇസ്രായേലിൽ അവർക്ക് അവരുടെ സ്വന്തം മണ്ണിൽ ചെയ്യാവുന്ന പല കാര്യങ്ങൾ അവിടെ ചെയ്യാമായിരുന്നു. പറ്റുമായിരുന്നു. പക്ഷെ എന്താ അവർ ചെയ്യാഞ്ഞേ? അവരെന്തുകൊണ്ടത് ചെയ്തില്ല? നമ്മളത് ഓർക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ തെറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കിന്നരങ്ങളെ അവർ ബാബേൽ നദിയുടെ തീരത്ത് അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടിരിക്കുക. ഒരു സിയോൻ ഗീതം പാടണമെന്ന് പറഞ്ഞപ്പോൾ പോലും അവർക്കത് പറ്റുന്നില്ല. ദാനിയേൽ ആ ചെറുപ്രായത്തിൽ താൻ പോയതാ. ഏതാണ്ട് 80-ലധികം വർഷമായപ്പോഴും താൻ യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് താൻ ദിവസം പതിവ് പോലെ ചെയ്യുന്നത് പോലെ താൻ എത്ര വട്ടം പ്രാർത്ഥിക്കുമോ അത്ര വട്ടം താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു മടങ്ങി വരവിന് വേണ്ടി, അല്ലെങ്കിൽ കർത്താവ് അവരെ അവരുടെ സ്വന്തം മണ്ണിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ തയ്യാറായിരുന്നു. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇനിയും അടുത്ത ഒരു കാര്യം, ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്. ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിനകത്ത് കുറെ പേര് ഇരുന്നു എന്ന് പറഞ്ഞ് അത് സഭ എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ദൈവസഭ എന്തല്ല എന്നുള്ളത് ദൈവജനം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനിയും എന്താണ് സഭ? എന്താണ് ദൈവസഭ എന്ന് പറയുന്നത്? സഭയുടെ ഗ്രീക്ക് വാക്ക് നമുക്കറിയാം, എക്ലീസിയ. എക് കാലവോ, അതായത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി. ഇനിയും ദൈവസഭ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ചർച്ചുമുണ്ട്, ലോക്കൽ ചർച്ചുമുണ്ട്. ഇത് രണ്ടിൻ്റെയും ഈ ഭൂമിയിൽ രൂപീകരണം നടന്നത്, ഫോർമേഷൻ നടന്നത് പെന്തക്കോസ്ത് നാളിലാണ്, യെരുശലേമിലാണ്. അപ്പോൾ അന്ന് തന്നെ ഒരു യൂണിവേഴ്സൽ ചർച്ചിൻ്റെയും ഒരു ലോക്കൽ ചർച്ചിൻ്റെയും ആരംഭം അവിടെ കുറിക്കുകയുണ്ടായി. അപ്പോൾ യൂണിവേഴ്സൽ ചർച്ചിനോടുള്ള ബന്ധത്തിലും ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിലും ഉള്ള ഉപദേശം എവിടെ വരും? യെരുശലേം സഭയോടുള്ള ബന്ധത്തിൽ വരും. അപ്പം പഠിക്കുമ്പോൾ ഡിസേൺ ചെയ്ത് പഠിക്കണം. ഡിസേൺ ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. അതേസമയം ഒരു കൊരിന്ത് സഭയെന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ചർച്ചിനോടുള്ള ബന്ധത്തിലൊരു കാര്യം അവിടെ വരുന്നില്ല. അവിടെ ഒരു ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് വരുന്നത്. അപ്പോൾ ഒരു ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിലെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഒരു യൂണിവേഴ്സൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ദൈവസഭയുടെ ഉപദേശങ്ങൾ എന്താണ്? അപ്പോൾ എക്ലീസിയ എന്ന് പറഞ്ഞാൽ എക് കാലവോ,
ടു കോൾ ഔട്ട് ഓഫ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം. പെന്തക്കോസ്ത് നാൾ മുതൽ ഉൽപ്രാവണം വരെയുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു കൂട്ടത്തിനാണ് സഭ എന്ന് പറയുന്നത്. ഇനി നിങ്ങളിവിടെ പല സ്ഥലസഭകളാണ്. മത്ര, ബിലീവേഴ്സ്, മസ്കറ്റ് ബ്രദൻ അസംബ്ലി, പിന്നെ ഗാലയിലുള്ള സീബ് ബ്രദൻ അസംബ്ലി. ഇത് നിങ്ങളുടെ മാതൃസഭയാണോ ലോക്കൽ സഭയാണോ? ചിന്തിക്കാൻ പറയുക. മാതൃസഭ എന്നാൽ എന്ത്? ലോക്കൽ സഭ എന്ന് പറഞ്ഞാൽ എന്ത്? ആഗോള സഭ എന്ന് പറഞ്ഞാൽ എന്ത്? സ്ഥാനീയ സഭ എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഞാൻ ഈ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും ഒരു ലോക്കൽ ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നും സുവിശേഷത്താൽ കർത്താവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെടുവാനായിട്ട് കർത്താവ് വിളിച്ചു വേർതിരിക്കുന്ന ഒരു കൂട്ടത്തിനാണ് എന്ത് പറയുന്നത്? ലോക്കൽ ചർച്ച്, സ്ഥാനീയ സഭ. അപ്പൊ ദൈവം സ്ഥാനീയ സഭയെ എങ്ങനെ ആണ് തൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്? അപ്പോസ്തലൻ അത് എങ്ങനെ കണ്ടു? അപ്പോൾ നമ്മൾ ഇന്നിൻ്റെ നാളുകളിൽ നമ്മൾ ഒരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യത്തെ ഒന്ന് സാധൂകരിക്കുന്നതിന് വേണ്ടി വചനം കണ്ടെത്തി അതിനെ കോട്ടിക്കളയാൻ ഇടയാകരുത്. ഇനി നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്തായിരിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മളുടെ കാര്യങ്ങൾ എന്താണ്? അപ്പോൾ ഒരു ലോക്കൽ, അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, അപ്പം ഞങ്ങളുടെ ഈ സഭയൊക്കെ എന്തുവാ, അതെന്താ സഭയെന്ന് നിങ്ങളുടെ മനസ്സിലൊരു പക്ഷെങ്കിൽ വന്നു കാണും. നമുക്ക് പഠിക്കാം, നമുക്കത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഭയത്തോടുകൂടെ ഭേദാഭേദങ്ങളെ വിവേചിച്ച് നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് വിവിധ സഭകളിൽ നിന്നായിരിക്കുന്ന ദൈവമക്കൾ, ദൈവജനം, നമ്മൾ എങ്ങനെ ഇവിടെ ആയിരിക്കണമെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ഭയനിർദ്ദേശകമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിന് നമ്മൾ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ആത്മനിറവോടുകൂടെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തോടുകൂടെ ദൈവവചനത്തിൽ ഒരു സ്ഥലം സഭയെക്കുറിച്ച്, ആഗോള സഭയെക്കുറിച്ച് ദൈവം എന്തു വെളിപ്പെടുത്തിയോ, എന്ത് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ ആ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയി എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തോ, ആ അടിസ്ഥാനം അല്ലാതെ വേറൊരു അടിസ്ഥാനം ഇടാൻ ഇടയാകാതെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എത്രമാത്രം വിധേയപ്പെട്ടവരായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ ദൈവസഭയിൽ നമ്മൾ പഠിപ്പിക്കുകയും എൻ്റെ ജഡരക്തങ്ങളുടെ പ്രവർത്തനം ഒന്നും ഞാനായിരിക്കുന്ന സ്ഥലത്ത്, ഞാനായിരിക്കുന്ന കൂട്ടത്തിൽ ഇടയാകരുത്, വരാൻ ഇടയാകരുത്. നമ്മളത് വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മളായിരിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഒന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഞാൻ തുടർച്ചയായിട്ട് പറയാം. അപ്പോൾ ദൈവസഭയുടെ ഫോർമേഷൻ ആൻഡ് ലീഡിങ്, ദൈവസഭയുടെ ആ ഒരു രൂപീകരണവും അതിൻ്റെ നടത്തിപ്പും. അപ്പോൾ നമ്മൾ എന്താണ് ഡിസേൺ ചെയ്യേണ്ടത്? അപ്പം ദൈവവചനത്തിൽ ഡിസേൺ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിസേൺ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡിസ്പെൻസേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസ്പെൻസേഷൻ എന്ന വാക്കിന് കറക്റ്റ് ഒരു മലയാളം വേർഡ് കിട്ടുന്നുണ്ടോ? ഡിസ്പെൻസേഷൻ, യുഗം എന്നൊരു വാക്കുണ്ട്. ഡിസ്പെൻസേഷൻ, ഏജസ്, യുഗം. പക്ഷെ നമുക്ക് നമ്മുടെ മലയാളം ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഇച്ചിരി ഒന്ന് മനസ്സിലാകും. 4 വാക്യങ്ങളിലാണ് ഈ ഡിസ്പെൻസേഷൻ എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനിലേക്ക് വരുമ്പോൾ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഡിസ്പെൻസേഷൻ ആണ്. പക്ഷെ മലയാളത്തിൽ അതിൽ വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം
2-ാമത്തെ വാക്യം. പെട്ടെന്ന് ആ വാക്കൊന്ന് വായിച്ച് മുന്നോട്ട് പോക്കൂ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. മതി. എനിക്കായിട്ട് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ. ഇംഗ്ലീഷിൽ ഡിസ്പെൻസേഷൻ അല്ലേ? ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് വിച്ച് ഈസ് അൺടു മീ, അല്ലെങ്കിൽ വിച്ച് ഈസ് ഗിവൺ അൺടു മീ. എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ. അപ്പോൾ ദൈവകൃപയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ വ്യവസ്ഥകൾ വിവേചിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, എൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ഒരു ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ഇത്രമാത്രം ഉപയോഗിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ എന്താണെന്ന് അപ്പോസ്തലനായ പൗലോസിന് അറിയാമായിരുന്നു. അപ്പോൾ ദൈവസഭയിൽ ശുശ്രൂഷകന്മാരായിരിക്കുമ്പോൾ, ദൈവസഭയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൗലോസ് പറയുന്നു, എക്സലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭേദങ്ങൾ വിവേചിക്കാൻ എനിക്ക് കഴിയണം. വ്യവസ്ഥ വിവേചിക്കാൻ എനിക്ക് കഴിയണം. നമുക്കറിയാം, സാധാരണ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നിടത്ത് ഒരു ഡിസ്പെൻസർ വെച്ചിട്ടുണ്ടല്ലേ? എൻ്റെ പേരങ്ങനല്ലേ? ഡിസ്പെൻസർ. എന്താ അതിൻ്റെ അർത്ഥം? ആ വലിയൊരു ജാറിൽ നിന്ന് ഒരു ചെറിയ ഡിസ്പോസബിൾ, എനിക്ക് കുടിക്കാൻ പാകത്തിനുള്ള ഒരു ഗ്ലാസ്സിലേക്ക് ഇത് രണ്ടുകൂടെ നമ്മുടെ കയ്യിൽ തരികയാണ്. ഈ വലിയൊരു ജാറും ഈ ഒരു കുപ്പിയോടെ എൻ്റെ കയ്യിൽ തന്നാൽ എനിക്ക് എങ്ങനെ അത് പകരാനായിട്ട് സാധിക്കും? പറ്റില്ല. അതിന് കണ്ടുപിടിച്ച ഒരു സാധനമാണ് എന്ത്? ഡിസ്പെൻസർ. ഈസി ആയിട്ട് അത് എൻ്റെ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലൂടെ യഥാസമയം ഞാൻ എപ്പോൾ എനിക്ക് ആവശ്യമുണ്ടോ അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളത് എനിക്കെടുത്ത് ഉപയോഗിക്കത്തക്ക നിലയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അതിനാണ് വാട്ടർ ഡിസ്പെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവകൃപയുടെ വ്യവസ്ഥ അറിയണം. അപ്പോൾ ഞാനായിരിക്കുന്ന കൂട്ടത്തിൽ, ഞാനായിരിക്കുന്ന സഭയിൽ എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ എന്തെന്ന് ഞാൻ തിരിച്ചറിയണം. എനിക്ക് ദൈവകൃപ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ എന്താണ്? ഇത് തിരിച്ചറിയാതെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ മുന്നോട്ടിറങ്ങാനായിട്ട് പാടില്ല. നമ്മൾ ശുശ്രൂഷാരംഗത്തായിരിക്കുമ്പോൾ നമ്മൾ ദൈവാത്മാവിനാൽ നിറയപ്പെടണം, ആത്മനിയന്ത്രിതമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ഇതാണ്. ദൈവകൃപയുടെ വ്യവസ്ഥ അറിയണം. രണ്ടാമത്തെ കാര്യം, 1 കൊരിന്ത്യർ 9-ാം അധ്യായം, 1 Corinthians chapter 9 verse 17. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മതി. കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു അല്ലേ? അപ്പം ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ വ്യവസ്ഥ നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗോസ്പൽ. ഇനി അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എഫെസ്യ ലേഖനം 1:10 മൂന്നാമത് പറഞ്ഞിരിക്കുന്ന അവിടെയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈംസ്, കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കണം. കാലസമ്പൂർണതയിൽ, അതായത് ന്യായപ്രമാണം, കൃപായുഗം, അത് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരോടുള്ള ബന്ധത്തിലും, ഓരോ സ്ഥലം സഭയോടുള്ള ബന്ധത്തിലും ദൈവീകമായിട്ടുള്ള ആ സമയത്തിൻ്റെ ഒരു വ്യവസ്ഥ ഞാൻ അറിഞ്ഞിരിക്കണം. ഞാൻ എപ്പോൾ ശുശ്രൂഷയിലേക്ക് വരണം, ഞാൻ ഏതെല്ലാം ശുശ്രൂഷകൾ ചെയ്യണം, ഞാൻ ആ ശുശ്രൂഷ എങ്ങനെയാണ് ചെയ്യേണ്ടത്. എൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ കൂടെയുള്ള സഹോദരന്മാരോട് പോലും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിരിക്കണം. എൻ്റെ കൂടെ മറ്റ് 2 സഹോദരന്മാരുണ്ടെങ്കിൽ ആ വ്യവസ്ഥ ഞാൻ അറിഞ്ഞിരിക്കണം. വിശദീകരിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. ഒരു വാക്യം കൂടെ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവ വചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. മതി. മിനിസ്റ്റർ അക്കോർഡിംഗ് ടു ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ. അപ്പോൾ ദൈവത്തിന് ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ടൈം പീരീഡ് ഉണ്ട്.
അപ്പോൾ ദൈവം നമ്മളെ ഇപ്പോൾ ആക്കി വച്ചിരിക്കുന്ന ഈ കാലയളവിൽ എന്താണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്. ഒരുപക്ഷെങ്കിൽ ഇത് നമ്മളുടെ ബുദ്ധിക്കപ്രമേയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടാൽ, അർത്ഥാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമ്പൂർണമായിട്ടുള്ള പ്രവർത്തനത്താൽ ചില കാര്യങ്ങൾ നടക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് ജീസസ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ മാനുഷികമായ ഒരു കൈകടത്തലുമില്ല. ഞാനത് വിശദീകരിച്ചു. ആ 46 ക്രോമസോം, ആ വിശുദ്ധ ഭ്രൂണം മറിയയുടെ ഗർഭത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച്, മാനുഷികമായ യാതൊരു കൈകടത്തലും, അതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ അത്യത്ഭുതമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വരികയാണ്. മാനുഷികമായ കൈകടത്തലുകളില്ല. രണ്ടാമത്തേത് ദൈവസഭയുടെ ജനനം. ദൈവസഭയുടെ ജനനം, അതിന് മാനുഷികമായ കൈകടത്തലുകൾ ഉണ്ടാകരുത്. അത് ഇന്ന് യൂണിവേഴ്സൽ ചർച്ചിന്റെ കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. 1-ാം നൂറ്റാണ്ടിൽ അത് കൃത്യമായിട്ട് ദൈവാത്മാവിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിൽ, ദൈവാത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ദൈവസഭ രൂപം കൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് ഞാൻ സമയമുണ്ടെങ്കിൽ ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ അത് നിർവാഹമില്ല, സമയം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. മൂന്നാമത്തെ കാര്യം, ഒരു ദൈവവിശ്വാസിയുടെ വീണ്ടും ജനനം, ഒരു ദൈവ പൈതലിൻ്റെ വീണ്ടും ജനനം. അതിൽ മാനുഷികമായ കൈകടത്തലുകൾ ഉണ്ടാകരുത്. അതിനാ കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. അതായത് ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും ദൈവം ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രമായിരിക്കണം ഈ കാര്യങ്ങൾ നടക്കേണ്ടത്. ഇനിയും ബർത്ത് ഓഫ് മിനിസ്ട്രേഴ്സ്, അല്ലെങ്കിൽ ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ, ദൈവസഭയിൽ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായിട്ടുള്ള നിയന്ത്രണം ആവശ്യമാണ്. ഇന്ന് നമ്മുടെ സഭയിൽ ആരാ മൂപ്പനായിരിക്കേണ്ടത്? ഇദ്ദേഹമാണെങ്കിൽ എത്ര പേര് കൈകൊക്കുന്നുണ്ട് അല്ലേ? ജനാധിപത്യ ഭരണത്തിലേക്ക് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ വോട്ടിലേക്ക് പോയിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടും ദൈവഹിതത്തിലായിരിക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവേഷ്ടത്താൽ, അല്ലേ, ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തോലനായ ഞാനൊരു ശുശ്രൂഷകനായിരിക്കുന്നെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു നിശ്ചയം എനിക്കുണ്ടായിരിക്കണം. ഞാൻ ദൈവഹിതത്തിനനുസരിച്ചാണ് ഞാൻ ശുശ്രൂഷകനായിരിക്കുന്നത്, ഞാൻ ശുശ്രൂഷകനായി തുടരുന്നത്. അത് ദൈവഹിതത്തിന് വെളിയിലാണെങ്കിൽ, ദൈവാത്മാവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ അല്ല എങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കർത്താവിന് എതിരായിട്ട് നീങ്ങുന്നവരാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ബി ഇ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ദൈവാത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടണം. എൻ്റെ ഉള്ളിൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് എങ്കിൽ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളിലൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, എന്നെ കേൾക്കുന്ന, നാളെയോ എവിടെയോ എന്തെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, നമ്മളൊരു ശുശ്രൂഷകനാണെങ്കിൽ ഞാൻ ആയിരിക്കുന്നത്, പൗലോസ് പറയുന്നു, ഞാൻ ആയിരിക്കുന്നത് ദൈവേഷ്ടത്താലാണ്. 2, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിലും നിങ്ങളിലും കൃപ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. കൃപ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്നേരെ നമ്മൾ ആ കാര്യത്തിൽ നിന്നും മാറിപ്പോണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കൃപയിലേക്ക് മടങ്ങി വരാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കുക. അതിൽ ഏതാണ്ട്
8 കാര്യങ്ങൾ പെട്ടെന്ന് ആ 8 പോയിന്റ്, 10 മിനിറ്റ് നമ്മുടെ മുമ്പാകെയുണ്ട്. ആ 8 വാക്യങ്ങൾ നിങ്ങളൊന്ന് കുറിച്ചെടുക്കുക. ആ വാക്കുകളും ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ 1-ാമത്തെ പ്രവർത്തനമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവ് വെള്ളത്തിന്മീതെ 1:2 ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ട് ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സ്പിരിറ്റ് ഹവറിംഗ് ലൈഫ്. അതായത് ദൈവാത്മാവിൻ്റെ പരിവർത്തിതമായ ഒരു ജീവിതം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവാത്മാവിൻ്റെ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഹാവറിങ് അല്ലേ, ആ വാക്കില്ലയോ? വേറെ എന്തെങ്കിലും വാക്കുണ്ടോ? ആത്മാവിൻ്റെ പരിവർത്തനം. ഇത്രയേ ഉള്ളൂ. നല്ലതിൽ നിന്ന് ആകാത്തത് വേർതിരിക്കുക, അല്ലെങ്കിൽ ആകാത്തതും നല്ലതും തമ്മിലുള്ള വേർതിരിവിന് ദൈവത്തിൻ്റെ വചനം, ഇരുളും വെളിച്ചവും തമ്മിലുള്ള വേർതിരിവിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശുശ്രൂഷയാണ് ആത്മാവിൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത്. അവിടെ ആ പരിവർത്തനത്തിന് ഹാവറിങ്, അതിൻ്റെ ഒറിജിനൽ വാക്കിൻ്റെ മീനിങ് ഇതാണ്, പൊരുന്നിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മുട്ടയുടെ മുമ്പിൽ തള്ളക്കോഴി പൊരുന്നിരിക്കുക, അങ്ങനെയല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? അടയിരിക്കുക അല്ലേ, അടയിരിക്കുക, പൊരുന്നിരിക്കുക. അതിലേതെങ്കിലും ഒരു എഗ്ഗ് അല്ലെങ്കിൽ ഒരു മുട്ട അത് ചീമുട്ടയാണെങ്കിൽ, അത് ഡെഡ് ആണെങ്കിൽ, ആ തള്ളക്കോഴിക്ക് കൃത്യമായിട്ട് അതറിയാം, അത് തൻ്റെ കാലുകൊണ്ട് മാറ്റിവെക്കും. എങ്ങനെ ആ കോഴിക്കറിയാം? ആ തള്ളക്കോഴിക്കറിയാം. അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനമാണ്, ആകാത്തതിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ആത്മാവിൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. അത് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടാലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ യോഗ്യനല്ല, എനിക്ക് ആ ശുശ്രൂഷ, അല്ലെങ്കിൽ ഞാനല്ലത് ചെയ്യേണ്ടത്, എന്നേക്കാൾ യോഗ്യൻ വേറൊരാളുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ, അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പാൻ ഈ ദൈവാത്മാവിൻ്റെ പരിവർത്തനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഒരു നിർബന്ധമായിരിക്കണം. ദൈവാത്മാവിൻ്റെ പരിവർത്തനം അങ്ങനെ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഉണ്ട്, ദൈവാത്മാവിൻ്റെ പരിവർത്തനമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും? കണ്ടെത്തുകയും ചെയ്യും, വെളിപ്പെടുത്തുകയും ചെയ്യും, നാട്ടുകാരെ മൊത്തം അറിയിക്കുകയും ചെയ്യും. ഇന്നേ വരെ ദൈവാത്മാവിൻ്റെ പരിവർത്തനത്തിന് സ്വന്തം ജീവിതം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നൊന്ന് അടിയറ വെച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ചെയ്യണം. അതിനാ ഈ ശാന്തസമയം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാറുള്ളത്. നമ്മൾ രാവിലെയും വൈകിട്ടും ദൈവവചനം വായിക്കുന്ന അതിനു വേണ്ടിയാ, രാപ്പകൽ ദൈവവചനം ധ്യാനിക്കുന്ന അതിനു വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ സഭകൾക്ക് പരാജയമാണ്, വ്യക്തി ജീവിതങ്ങൾക്ക് പരാജയമാണ്, ശുശ്രൂഷകൾക്ക് പരാജയമാണ്, ദൈവനാമം മഹത്വപ്പെടുന്നില്ല, തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. എല്ലാ വാക്യങ്ങളും വായിക്കേണ്ട, അതിന് മലയാളത്തിൽ ഇങ്ങനെ പറയാം, ആത്മോത്പാദിതമായ ഒരു ജീവിതം, സ്പിരിറ്റ് കൺസീവ്ഡ് ലൈഫ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജനിപ്പിക്കപ്പെട്ട ജീവിതമായിരിക്കണം എൻ്റെയും നിങ്ങളുടേതും. എന്ത് കാര്യമായി നമ്മളുടെ വീണ്ടും ജനനം മാത്രമല്ല, നമ്മുടെ ഓരോ കാര്യങ്ങളും, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇറ്റ് ഷുഡ് ബിഗിൻ ഫ്രം ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. വെള്ളത്താലും ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും അങ്കുരിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം. എന്ത് ചെയ്താലും വാട്ട് ദ ബൈബിൾ സേസ്, ദൈവാത്മാവിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഈ ഒരു കാര്യത്തിന്മേൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, അന്വേഷിച്ചിരിക്കണം. 3-ാമത്തേത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10, 4:2, 21:10. അവിടെ പറയുന്ന വാക്ക് മലയാളത്തിൽ ഇതാണ്, ആത്മവിവശതയിലുള്ള ഒരു ജീവിതം. അല്ലെങ്കിൽ ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്, അങ്ങനല്ലേ? ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലായി. ദ ഹോളി സ്പിരിറ്റ് കെയിം ഇൻ ടു മീ, എന്നിലേക്ക് വന്നു. പക്ഷെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിനെ കാണുന്നു. താൻ കാണുന്നത് തനിക്കൊരു പുസ്തകത്തിൽ എഴുതണം.
ദൈവം തന്നെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. താൻ ഇന്നായിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെ ധൈര്യത്തോടെ നിർത്തി താൻ കാണുന്നത് വ്യക്തമായിട്ട് കാണുവാനും അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുവാനും ദൈവം തന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം തനിക്ക് കൊടുത്ത ഒരു പ്രത്യേക ഒരു അവസ്ഥ, ഒരു കണ്ടീഷനിലേക്ക് തന്നെ നയിക്കുകയാണ്, ആത്മവിവശതയിലേക്ക് നയിക്കുകയാണ്. ദാറ്റ് മീൻസ് തൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്, ദ ഹോളി സ്പിരിറ്റ് വാസ് ഇൻ മീ ഓർ ഇൻ ഹിം. അത് കഴിഞ്ഞിട്ട് താൻ ആത്മാവിലാവുകയാണ്. ഹി ഈസ് ഇൻ ദ സ്പിരിറ്റ്, അല്ലെങ്കിൽ താൻ ആത്മാവിലായി. അപ്പോൾ തന്നിൽ ആത്മാവ് വന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, നമ്മളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ ഞാൻ ആത്മാവിലായാലേ എന്ന് പറഞ്ഞാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, എന്നെ ആത്മാവ് പൂർണ്ണമായിട്ടും കൈയടക്കിയാൽ മാത്രമേ എനിക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ മാനുഷികമായ കൈകടത്തലുകൾ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ദൈവസഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പരിപൂർണമായിട്ട് എന്നെ തന്നെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ അവൻ മരിച്ചവനെ പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്ന ഒരു അപ്പോസ്തോലൻ, കർത്താവ് അവൻ്റെ മേൽ കൈവച്ച് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. അപ്പോൾ ആ പദം ആവർത്തിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ഒന്ന് പോരാ, അത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ആവശ്യമാണോ അപ്പോഴൊക്കെ ദൈവം ചെയ്യാൻ ഇടവരത്തക്ക നിലയിൽ ഞാൻ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. അടുത്ത പോയിന്റ്, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം, പെട്ടെന്ന് വായിച്ചോണേ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. സാധാരണ മരണത്തിലൊക്കെ അല്ലെങ്കിൽ അടക്ക ശുശ്രൂഷയിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ്. പെട്ടെന്ന്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആര് പറയുന്നു? ആത്മാവ് പറയുന്നു. സ്പിരിറ്റ് സർട്ടിഫൈഡ് ലൈഫ്, അതായത് ആത്മാവ് സാക്ഷ്യപ്പെടുത്തിയ, അപ്രൂവ് ചെയ്ത ഒരു ശുശ്രൂഷയായിരിക്കണം ഞാനും നിങ്ങളും ചെയ്യുന്നത്. അത് ഇവിടെയും അവിടെയും. നമ്മൾ ഓരോ ശുശ്രൂഷയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തണം നമ്മളുടെ ആ പ്രവർത്തനത്തോട്. അത് നമ്മുടെ ഉത്തരവാദിത്വമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞ് ഇത് നമ്മുടെ നിർബന്ധമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല, ഇത് നമ്മുടെ നിർബന്ധമായിരിക്കണം. ഞാനൊരു ശുശ്രൂഷ രംഗത്തായിരിക്കുമ്പോൾ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടായ ഒരു തീരുമാനമെടുക്കുമ്പോൾ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സർട്ടിഫൈ ചെയ്തതായിരിക്കണം, അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മേൽ പറന്നിറങ്ങിയിട്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2 ഉണ്ട്. ഒന്നും മറ്റുള്ളവർക്കും കൊടുക്കണം, എനിക്കും കൊടുക്കണം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസന്മാർക്ക് മാത്രമല്ല, ദൈവസഭയിലെ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. ഇത് 2 മാച്ച് ചെയ്തു വരണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു വാക്യം, റോമാലേഖനം 8:14 വാക്യങ്ങൾ വായിക്കേണ്ട. ആത്മസംസ്കൃതമായ ഒരു ജീവിതം, അതായത് സ്പിരിറ്റ് കൾട്ടിവേറ്റഡ് ലൈഫ്. അത്രയേ ഉള്ളൂ. ആത്മാവിനാൽ അരിച്ചെടുക്കപ്പെട്ട, സംസ്കരിക്കപ്പെട്ട, മനസ്സിലായല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അരിച്ചെടുക്കപ്പെട്ട, കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ട, സംസ്കരിക്കപ്പെട്ട ഒരു ജീവിതം. അടുത്ത ക്ലാസ്സിൽ ഞാനൊന്ന് വിശദീകരിച്ച് തരാം, മനസ്സിലായില്ലെങ്കിൽ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 19, 6-ാം അധ്യായം 19. സ്പിരിറ്റ് കൺസീൽഡ് ലൈഫ്, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സമ്പൂർണമായിട്ട് മറയപ്പെട്ട ഒരു ജീവിതമായിരിക്കണം എൻ്റെ ജീവിതം. വെളിപ്പാട് പുസ്തകം 21:10, വെളിപ്പാട് പുസ്തകം 21:10, ആത്മാവ് അവനെ ഉയർന്നൊരു വൻമലയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന, അതായത് ഉത്തമ നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പൗലോസ് എന്താ ഫിലിപ്പ്യരോട് പറയുന്നത്? അപ്രൂവ് തിങ്സ് ദാറ്റ് ആർ എക്സലന്റ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവവചനത്തിൻ്റെ ആ ഉയരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഫിലിപ്പിലേന്ന് പറയാണ്, ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. അപ്പം ഉത്തമമായ നിലയിൽ കാര്യങ്ങൾ വീക്ഷിക്കാനും വിശകലനം ചെയ്യാനും അതെൻ്റെ ജീവിതത്തിൽ വർത്തിക്കുവാനും എനിക്ക് നിങ്ങൾക്ക് ഇടയായി തീരണം. ഏറ്റവും ഒടുവിലത്തെ കാര്യം,
അതായത് സ്പിരിറ്റ് കൾമിനേറ്റീവ് ലൈഫ്, ഇപ്പം ഞാൻ പറഞ്ഞത് ഉത്തമ നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഏറ്റവും ഒടുവിൽ റോമാലേഖനം 8:14, 16, 26 ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. സ്പിരിറ്റ് കൺസിസ്റ്റൻ്റ് ലൈഫ്, സ്പിരിറ്റ് കൺസിസ്റ്റൻ്റ് ലൈഫ്, അതായത് ആശയത്തിലും പ്രവൃത്തിയിലും ഒത്തുപോകുന്ന ഒരു പ്രവർത്തനവും ജീവിതവും ആയിരിക്കണം എൻ്റെയും നിങ്ങളെ. നമ്മളെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ പറയാറുള്ള ഒരു കാര്യം ഇതാണ്: ഉപദേശം ശരിയാണ്, പക്ഷേ യാതൊരു പ്രവർത്തനവും നമ്മളുടെ ജീവിതത്തിൽ നോക്കിയാൽ, സഭയിൽ നോക്കിയാലില്ല. ഉപദേശം വളരെ കറക്റ്റാണ്, പക്ഷെങ്കിൽ ദൈവാത്മാവിന് പൂർണ്ണമായിട്ട് എന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ആശയത്തിലും പ്രവൃത്തിയിലും ഒരുപോലെ സാന്ദ്രമായ, ആത്മസാന്ദ്രമായ ഒരു ജീവിതം എനിക്ക് നയിക്കാനായിട്ടിടയായിത്തീരും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ നമ്മളെ ഇടയാക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ.